മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ മനുഷ്യ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമമാണ്. രക്ഷിക്കപ്പെടുമ്പോൾ വാനത്തിൽ കീഴെ ഭൂമിക്ക് മേലെ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം. നിന്റെ വീട്ടിൽ പോകാൻ പല വഴിയുണ്ടായിരിക്കും, വീട്ടിക്ക് പോകാൻ പല പാതകൾ, പക്ഷേ സ്വർഗ്ഗത്തിൽ പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരേ ഒരു വഴി, അതാണ് കർത്താവ് യേശു എന്ന നാമം. ആ നാമത്തിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. രാത്രി വേളയിൽ വല്ലമേ ഉണ്ട്. അതേ, ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവേ എന്നെ രക്ഷിക്കണമേ. രാത്രി വേള എല്ലാവരും വായി തുറന്ന് ചൊല്ലുക, യേശുവേ എന്നെ രക്ഷിയോ. ചില നാമങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ചില നാമങ്ങൾ ചൊല്ലുമ്പോൾ ചില കാര്യങ്ങൾ ஞாபகம் വരുகிறது. MGR എന്ന് പറഞ്ഞാൽ സിനിമയാണ് ഓർമ്മ വരുന്നത്. MGR എന്ന് ചൊല്ലുമ്പോൾ സിനിമ ஞாபகம் വരുகிறது. ജയലളിത എന്ന് പറഞ്ഞാൽ പുരച്ചി തലവിയാണ് ഓർമ്മ വരുന്നത്. ജയലളിത അമ്മ എന്ന് சொன்னா പുരച്ചി തലവി എന്ന്. സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ആണ് ഓർമ്മ വരുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ എന്ന് சொன்னா ക്രിക്കറ്റ് ஞாபகம். അതേ, മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഫൈറ്റ്, സ്വാതന്ത്ര്യ സമരമാണ് ഓർമ്മ വരുന്നത്. മഹാത്മാഗാന്ധി എന്ന് சொன்னால் ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പാടുപെട്ടവർ എന്ന് ஞாபகம். എന്നാൽ നസ്രേന യേശു എന്ന് പറയുമ്പോൾ പരലോകം തുറക്കുന്നു, പാതാളം വിറയ്ക്കുന്നു, നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു. പരലോകം തുറക്കുന്നത്, പാതാളം നടുങ്ങുന്നത്, ഉടനെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുகிறது. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ, കരങ്ങളെ തട്ടി ആണ്ട് നാമത്തെ മഹിമപ്പെടുത്തുക. അതുകൊണ്ട് മറ്റൊരുത്തന് രക്ഷയില്ല. വേറെ ഒരുവനും രക്ഷിപ്പില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമമാണ്. രക്ഷിക്കപ്പെടുമ്പോൾ വാനത്തിൽ കീഴെ ഭൂമിക്ക് മേലെ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം.